ഹലോ ഗൈസ്, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ്. അമ്മ ആദ്യമേ പോയിട്ടുണ്ട്. അവിടെ കൂപ്പണും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പുറകെയാണ് പോകുന്നത്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ചിന്നൂട്ടി സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞങ്ങൾ പയ്യാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് വീമയുടെ ചെരുപ്പ് പൊട്ടിയപ്പോൾ ഞങ്ങൾ ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് ഞങ്ങൾ കടയിൽ കയറി. പുള്ളിക്ക് പിന്നെ ഏതെടുത്താലും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നോക്കി ഒരു ഷൂ എടുത്തിട്ടുണ്ട്. വിചാരിച്ചു ഒരുപാട് റേറ്റ് ആയിരുന്നു, പക്ഷെ അത്രയൊന്നും റേറ്റ് ഇല്ലായിരുന്നു. 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. കണ്ട ഒരു 500-ൻ്റെ പകുതിയൊന്നുമെങ്കിലും നല്ല സാധനമാണ്. കണ്ടത് നല്ല സാധനമല്ലേ? അപ്പോൾ വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ബസ് കയറി ഞങ്ങൾ കോട്ടാങ്ങലായിട്ട് എത്താനായിട്ട്. അപ്പോൾ വണ്ടിയിലിരുന്നുള്ള പ്രഹസനമാണിതൊക്കെ. നല്ല പൊരിഞ്ഞ ചൂടാണ്. നല്ല പരവേശം എടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയുള്ള എന്നാലും നല്ല പരവേശമാണ്. പിന്നെ കുഞ്ഞിനെയും കൊണ്ടുള്ള യാത്ര ആലോചിക്കുമ്പോൾ തന്നെ തല ഇപ്പോഴേ ചൂടാവുന്നു. അമ്മയുടെ എത്രയാണ് നമ്പറെന്നൊന്നും അറിയത്തില്ല. അമ്മയുടെ കയ്യിൽ ഫോണില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കറങ്ങി. ഇനി അവിടെ ചെന്നിട്ട് അനിയൻ അവിടെ ഉണ്ട്. അവനെ കണ്ടു കിട്ടിയാൽ അത് എളുപ്പമായിരിക്കും. അങ്ങനെ കോട്ടാങ്ങ അമ്പലം എത്തി. ഇവിടെയാണ് നമ്മുടെ പടയണിയൊക്കെ നടക്കുന്ന അമ്പലം. അവിടെയാണ് പൊങ്കാല. കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ കാട്ടിലും കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു പൊങ്കാല ഇടാനായിട്ട്. ഇത് ഇവിടെ നിന്നോ ഈ ഭാഗത്തൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പൊങ്കാല ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നോക്ക്, ഇവിടെ എല്ലാം പൊങ്കാല ഇടുന്നുണ്ട്. ഇവിടെയും അപ്പുറത്തെ കോട്ടാങ്ങക്കരയുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെയും താഴ്വശത്തും എല്ലാം ഇടുന്നുണ്ട്. ഞങ്ങളിവിടെ എല്ലാം അമ്മയെ തപ്പി നടക്കുവാണ് സത്യത്തിൽ. ഇവിടെ തന്നെ 2-3 തവണ കറങ്ങി. കാരണം ഈ പുകയും അതും ഇതും ഒക്കെ കൊണ്ട് കാണത്തുമില്ല, ഒന്നുമില്ല. പിന്നെ കുഞ്ഞിനെയും ഭീമയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞാൻ തന്നെ തപ്പ് തുടങ്ങി. അങ്ങനെ തപ്പി പിന്നെ അനിയൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മ എവിടെ ഇടാന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അമ്മ ഇങ്ങ് താഴെയായിരുന്നു. നല്ല ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഈ ഭാഗത്തും എല്ലാം ആൽമരത്തിൻ്റെ ചുവട്ടിലും എല്ലാം പൊങ്കാല ഇട്ടിട്ടുണ്ട്. അവിടെ അങ്ങ് പാലക്കാടൊന്നും അങ്ങനെ പൊങ്കാല കാര്യങ്ങൾ ഒന്നും കൂടിയിട്ടുമില്ല, അവിടെ കണ്ടിട്ടുമില്ല. അമ്മയൊന്നും പൊങ്കാല ഇട്ടിട്ട് പോലും ഇല്ല അവിടെ. അമ്മയൊക്കെ ആണെങ്കിൽ അവിടെ തൃശ്ശൂർ ചെമ്പൂത്രയിൽ പൊങ്കാലയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടേ ഞാൻ വരുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നാട്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഞാൻ പോയിട്ടില്ലായിരുന്നു. പയ്യനെ പൊങ്കാല വിഷുവൊക്കെ കൂട്ടിയിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ കണ്ണപ്പനുള്ളതുകൊണ്ട് പിന്നെ മണിക്കുട്ടനെ അങ്ങ് പിടിച്ചു നിന്നു. പിന്നെ ഭീമ വീഡിയോ പിടിക്കാനും നിന്നു. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി. നല്ല വെയിലടിക്കുന്നുണ്ട്. ആ ഭാഗത്തോട്ടൊക്കെ നല്ല വെയിലാണ്. പിന്നെ ആലമരത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ തണലൊക്കെ ഉണ്ട്, പക്ഷേ അവിടെയും നല്ല ചൂടാണ്. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി. ഏകദേശം എല്ലാം തേങ്ങാപ്പാലും നെയ്യും കൽക്കണ്ടവും പഴവും ഒക്കെ അരിഞ്ഞിട്ട് എല്ലാം ഇളക്കി വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് തീയൊക്കെ അപ്പോഴേ കെടുത്തിയായിരുന്നു. അടച്ച് വെച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. കാരണം വെയിലും അതുപോലെ തന്നെ ഈ തീയുടെയൊക്കെ ചൂടും പുകയും എല്ലാം അടിച്ചൊരു പരുവമായി. എന്നിരുന്നാലും അമ്മയ്ക്ക് വേണ്ടി നിവേദിക്കുന്ന അല്ലേന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ മുഖത്തൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ അങ്ങോട്ട് മാറി നിന്നു. പിന്നെ അടുത്തുള്ള അമ്മമാർക്ക് കൽക്കണ്ടം പൊട്ടിച്ചു കൊടുക്കാനും സോഡ എടുത്ത് കൊടുക്കാനും അങ്ങനെ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാനും ഓരോ പരിപാടിക്ക്. അനിയൻ ഇപ്പം നാട്ടിലുള്ളതുകൊണ്ട് അവന് ഐസ്ക്രീം വണ്ടിയിൽ നിൽപ്പുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ വീട്ടിലെ ആൾക്കാരുടെയാണ്. അപ്പോൾ അവിടെ നല്ല സൂപ്പർ സദ്യയൊക്കെ കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സദ്യക്ക് പിന്നെ പ്രത്യേകതരം ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ അമ്മയ്ക്ക് നിവേദിച്ച പായസത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കും കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരമ്മ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചാണ് ഉണ്ണിക്ക് പായസം കിട്ടിയോന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നിട്ട് പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റി. അപ്പോൾ നല്ല സൂപ്പർ സദ്യയായിരുന്നു. പിന്നെ തീർത്ഥമൊക്കെ തളിച്ച് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവരവിടെ ചെന്നപ്പോഴത്തേന് ചോറൊക്കെ തീർന്നിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ കയറി ഞങ്ങൾ കഴിച്ചായിരുന്നു.
അമ്മയൊക്കെ ചെന്നപ്പോൾ തന്നെ ചോറൊക്കെ തീർന്നായിരുന്നു. പക്ഷേ കറികളൊക്കെ ഇത്തിരി ഉണ്ടായിരുന്നു. ചോറ് തീർന്നുകൊണ്ട് അവർ പടച്ചോറുണ്ടാക്കിയായിരുന്നു. പടച്ചോറ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ വന്നു. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ പൊങ്കാല വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.